ഇത് ക്രിസ്മസ് കാലമാണ്. എല്ലായിടത്തും പുൽക്കൂടുകളും നക്ഷത്രങ്ങളുമൊക്കെ ഉയർന്നു നിൽക്കുന്ന സമയമാണ്. കരോൾ സംഘങ്ങൾ നാടാകെ പാട്ടുപാടി നൃത്തം വെച്ച് ആളുകളെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഉണ്ണിയേശുവിൻ്റെ അവതാരതകൾ പാടി നടക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ നടക്കുന്ന ചില രംഗങ്ങൾ നമുക്ക് കാണാതിരിക്കാൻ വയ്യ. അതായത് ഇതിലൊക്കെ കല്ലിപൂണ്ട് നടക്കുകയാണ് സംഘപരിവാർ. അത് ഉത്തരേന്ത്യയിൽ മാത്രമല്ല, ഇങ്ങ് കേരളത്തിലും അത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കരോൾ സംഘങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. യു പിയിൽ ക്രിസ്മസിന് അവധി ഉണ്ടാകുന്നില്ല. ഒഡീഷയിൽ സാന്താക്ലോസിൻ്റെ തൊപ്പി അല്ലെങ്കിൽ മുഖം മൂടി വിൽക്കുന്നത് തടയാൻ വേണ്ടി സംഘപരിവാർ സംഘം എത്തുന്നു. അങ്ങനെയുള്ള ഒരിക്കലും നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വാദിക്കുന്നു, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഒപ്പം നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന BJP സർക്കാരുകൾ ഇതിനെതിരെ കാര്യമായ നടപടികളൊന്നും തന്നെ സ്വീകരിക്കുകയും ചെയ്യുന്നില്ല. ദൗസഭ ഇതിൽ എന്താ പറയുക, കഴിഞ്ഞ കന്യാസ്ത്രീകളുടെ വിഷയം നമുക്കറിയാം, ഒഡീഷയിലുണ്ടായ വിഷയം നമുക്കറിയാം. അതിനുശേഷം ഒരു സമവായ ചർച്ച പോലെ എല്ലാം പരിഹരിച്ചു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ഇനി അങ്ങനെ ഒരു അക്രമമൊന്നും നാട്ടിലുണ്ടാവില്ല എന്നുള്ള ഉറപ്പൊക്കെ ഇവർക്ക് നൽകുകയും ചെയ്തു. പക്ഷേ അതിന് ശേഷവും ഈ ഒരു സാധാരണ ഒരു മതത്തിൻ്റെ ഒരു ആഘോഷം അതുപോലും സഹിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഈ സംഘപരിവാർ മാറുന്നത് എങ്ങനെയാണ്? സംഘപരിവാർ മാറുന്നതല്ലല്ലോ നോഫില, സംഘപരിവാർ ഇങ്ങനെയാണ്. സംഘപരിവാർ തുടരുന്നു എന്നാണ് അതിന് പറയേണ്ടത്. മാറുന്നു അല്ലെങ്കിൽ ഇപ്പം അവർക്ക് ഉറപ്പ് കൊടുത്തെന്ന് പറഞ്ഞാൽ കേരളത്തിൽ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണത്. കേരളത്തിലും ഗോവയിലും ജനസംഖ്യാപരമായി ക്രിസ്ത്യാനികൾ വോട്ടിംഗ് ഘടനയെ സ്വാധീനിക്കാൻ മാത്രം ഡെമോഗ്രഫി അവർക്കുണ്ട് എന്നുള്ളതുകൊണ്ട് പ്രത്യേകമായ ഒരു നിലപാട് കേരളത്തിൽ സ്വീകരിക്കുന്നു. അതിലപ്പുറം ഇതിന് എന്തെങ്കിലും ധാർമ്മികമായ നൈതികമായ എന്തെങ്കിലും വസ്തുതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതിൽ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കണക്കുകൾ, അതിൻ്റെ ഡാറ്റ, അത് ഇന്ന് സംസാരിക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്തരം സംഗതികൾ ഡോക്യുമെൻ്റ് ചെയ്യുന്ന, റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഏജൻസികളും അത് 2014 ശേഷം ഉണ്ടായിട്ടുള്ള വർധനവ്, ക്രിസ്ത്യാനികൾക്കെതിരായി നടക്കുന്ന ആക്രമണത്തിലെ വർധനവിനെക്കുറിച്ച് ധാരാളമായി ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 1-2 ആഴ്ചകളായി വ്യാപകമായി പല സംസ്ഥാനങ്ങളും, ഒഡീഷയിൽ നിന്ന്, ഛത്തീസ്ഗഡിൽ നിന്ന്, രാജസ്ഥാനിൽ നിന്ന്, മധ്യപ്രദേശിൽ നിന്ന്, ഉത്തർപ്രദേശിൽ നിന്ന് പല സ്വഭാവത്തിലുള്ള റിപ്പോർട്ടുകൾ വരികയാണ്. അതിന് വീഡിയോസ് വരുന്നുണ്ട്. നോഫിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു പ്രാർത്ഥനാ സദസ്സിൽ ഒരു ബജ്രംഗി കയറി ചെന്നിട്ട് അവൻ പോഡിയത്തിലേക്ക് ചെല്ലുകയാണ്. അവനാണ് പിന്നെ മൈക്ക് കൈകാര്യം ചെയ്യുന്നത്. ആരാണ് യേശു ക്രിസ്തു ആരാണൊക്കെ അത് പുള്ളിയാണ് പറയുന്നത്. യേശു ക്രിസ്തു ഒന്നും ഇവിടെ വലിയ പ്രസക്തിയൊന്നുമില്ല. റാമാണ് നമ്മുടെ ദൈവം, നമ്മൾ റാമിനെയാണ് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്. ഇപ്പോൾ ഈ പറയുന്ന ആ അസംബ്ലിയിൽ വന്നു ചേർന്നിരിക്കുന്ന വിശ്വാസികൾ, അവിടെ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഫാദർ, അവരിങ്ങനെ മിഴിച്ചു നിന്ന് കേട്ടിരിക്കുക അല്ലാതെ വഴിയില്ല. ക്രിസ്മസുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ വിൽക്കുന്ന കടകൾ അടിച്ചു തകർക്കുന്നത്, ഇങ്ങനെ പല സ്വഭാവത്തിലുള്ള BJPയുടെ തന്നെ ഉത്തരവാദപ്പെട്ട ആൾ ഇവരെ കരോൾ സംഘത്തെ ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇങ്ങനെ നിരവധിയാവുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് അതിൻ്റെ ഓരോന്നിൻ്റെ കണക്കുകളെക്കുറിച്ചും അല്ലെങ്കിൽ വിശദാംശങ്ങളെക്കുറിച്ച് ഞാൻ പറയാൻ വിചാരിക്കുന്നില്ല. ഇത്തവണ ഉണ്ടായിട്ടുള്ള ഒരു സവിശേഷമായിട്ടുള്ള കാര്യം, ഇന്നിപ്പോൾ CBCIയുടെ, കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ CBCIയുടെ റിലീസ് വന്നിട്ടുണ്ട് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ്. അപ്പോൾ അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. വളരെ ശക്തമായ പ്രതികരണമാണ് അത്. അമിത്ഷാ ഇതിൽ ഇടപെടണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നോക്കൂ, കേരളത്തിൽ ഈ പറയുന്ന ഉത്തരേന്ത്യയിൽ നിന്നുള്ള ക്രിസ്ത്യാനികൾക്കെതിരായുള്ള ആക്രമണം വരുമ്പോൾ ചില ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ തന്നെയും ചില ക്രിസ്ത്യൻ ഉത്തരവാദപ്പെട്ട സഭാപിതാക്കന്മാർ തന്നെയും പറയാറുണ്ടായിരുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതൊക്കെ ഫ്രിഞ്ച് എലമെൻറ്റുകൾ നടത്തുന്ന സംഗതിയാണ്, ഫ്രിഞ്ച് എലമെൻറ്റുകൾ നടത്തുന്നതാണ്. രണ്ടാമത് അവർ പറയാറുന്നൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് പ്രത്യക്ഷത്തിൽ പറയില്ലെങ്കിൽ അവർ പുറത്തേക്ക് കൊടുക്കുന്നൊരു സന്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഈ പെന്തക്കോസ്തുകാരുടെയൊക്കെ അവർ കുറച്ച് ഓവറാണ്, അവരെല്ലായിടത്തും പോയിട്ട് മതപരിവർത്തനം നടക്കുന്നുണ്ട്. അങ്ങനെയല്ല. ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, ബജ്റംഗ് ദൾ എന്ന് പറയുന്ന ഒരു ഫ്രിഞ്ച് എലമെൻ്റ് അല്ല. ബജ്റംഗ് ദൾ എന്ന് പറയുന്നത് സംഘപരിവാരത്തിൽപ്പെട്ട ഒരു പോഷക സംഘടനയാണ്. VHPയുടെ യുവജന വിഭാഗമായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അത് ഈ പറയുന്ന വാനരസേന, ഹനുമാൻ സേന, ആ സേന, ഈ സേന എന്ന് പറയുന്നത് പോലെ ദ സോ കോൾഡ് ഫ്രിഞ്ച് ഗ്രൂപ്പിൽപ്പെട്ട ഒരു ഫ്രിഞ്ച് ഗ്രൂപ്പ് അല്ല ബജ്റംഗ് ദൾ. അത് ഉത്തരവാദപ്പെട്ട ഈ സംഘ് പരിവാർ ഫാമിലിയിൽപ്പെട്ടിട്ടുള്ള ഒരു ഘടക കക്ഷിയാണ്.
പിന്നെ പെന്തക്കോസ്തുമാർ മാത്രമല്ല, ഇത്തരം കരോൾ നടത്തുന്നവരും ക്രിസ്മസ് വസ്തുക്കൾ വിൽക്കുന്നവരും പ്രാർത്ഥനാ സദസ്സുകൾ നടത്തുന്നവരും എല്ലാവരും ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് രാജസ്ഥാൻ ഒരു നിയമം പാസ്സാക്കിയിട്ട് മതപരിവർത്തന നിരോധന നിയമം ഭേദഗതി ചെയ്ത് പാസ്സാക്കിയാണ്. ആ അതിപ്പോൾ സുപ്രീം കോടതിയിൽ ഉത്തരവാദപ്പെട്ട സഭയുടെ ആളുകൾ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ജോൺ ദയാൽ നമ്മളോട് അതേക്കുറിച്ച് സംസാരിച്ചിരുന്നു, മീഡിയ വണിനോട് സംസാരിച്ചിരുന്നു. നോക്കൂ, ഒരുപക്ഷെ UAPയേക്കാൾ ഗുരുതരമായിട്ടുള്ള ഒരു ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും ഡ്രക്കോണിയൻ ലോ എന്ന് പറയാവുന്ന ഒരു ലോ ആയിരിക്കും അത്. കാരണം ഒരാൾ ഇപ്പം ഒരു പാതിരി അയാളിങ്ങനെ പോവുകയാണ്, ഒരു അങ്ങാടി കൂടി പോവുകയാണ്. അവിടെയുള്ള ഒരു മിത്രത്തിന് തോന്നുകയാണ് ഇദ്ദേഹം മതപരിവർത്തനം നടത്തുന്നുണ്ട്. അപ്പം മതപരിവർത്തനം നടത്തുന്നുണ്ട് എന്ന് തോന്നുന്ന ഒരാൾക്ക് പരാതി കൊടുക്കാൻ പറ്റും. അപ്പോൾ പോലീസിന് കേസെടുക്കാൻ പറ്റും. അപ്പോൾ കുറ്റം ചെയ്തിട്ടില്ല, താൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ഈ കുറ്റാരോപിതനായിട്ടുള്ള ആളാണ്. അത് സ്റ്റേറ്റിന് ഉത്തരവാദിത്തമല്ല, ഈ കുറ്റാരോപിതനായിട്ടുള്ള ആളുടെ ഉത്തരവാദിത്തമാണ് ഞാനത് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത്. ജാമ്യമില്ലാതെ ഇയാൾ അകത്ത് കിടക്കുക എന്നുള്ളത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഫലത്തിൽ ക്രിസ്ത്യൻ മത നേതൃത്വത്തിൻ്റെ, ക്രിസ്ത്യൻ മതസംഘടനകളുടെ, സഭയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെപ്പോലും ക്രിമിനലൈസ് ചെയ്യുന്ന ഒരു നിയമമാണത്, നിയമ ഭേദഗതിയാണത്. എന്ന് പറഞ്ഞാൽ ഒരു സ്കൂൾ നടത്തുകയാണെന്ന് വിചാരിക്കുക, സഭ ഒരു സ്കൂൾ നടത്തുകയാണ്, അല്ലെങ്കിൽ ഒരു ആശുപത്രി നടത്തുകയാണ്, ഒരു സോഷ്യൽ സർവീസ് സ്കീം നടത്തുകയാണ്. ഇതിനെല്ലാം നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? മതപരിവർത്തന ശ്രമമായിട്ട് ബൈ അലോമെൻറ്റ് ആളുകളെ സ്വാധീനിച്ചുകൊണ്ട് പ്രലോഭിപ്പിച്ചുകൊണ്ടുള്ള മതപരിവർത്തന ശ്രമമായി ആരോപിച്ച് നാട്ടിലെ ഏത് മിത്രത്തിനും എവിടെയും ഏത് പോലീസ് സ്റ്റേഷനിലും കംപ്ലയിൻറ്റ് ലോഡ്ജ് ചെയ്യാനും അതിനനുസരിച്ച് FIR ഇടിയിപ്പിക്കാനും, അങ്ങനെ FIR ഇട്ടാൽ ഇയാൾ പോയി ഇതിൻ്റെ സംഘാടകർ, ഉത്തരവാദപ്പെട്ട ആളുകൾ പോയി അകത്ത് കിടക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു വഴിയുമില്ലാത്ത UAPA ആക്ടിനേക്കാൾ ഭീകരമായിട്ടുള്ള വകുപ്പുകൾ കൂട്ടിച്ചേർത്തിട്ടുള്ള നിയമ ഭേദഗതിയാണ് വന്നിരിക്കുന്നത്. ഇത് പെന്തക്കോസ്തുകാരെ മാത്രമല്ല ബാധിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയിലെമ്പാടും ഭരണകൂടത്തിൻ്റെ വഴിക്ക് നടത്തുക, ഈ പറയുന്ന ഗ്രൂപ്പുകൾ, ബജ്റംഗ് ദൾ പോലെയുള്ള ഔദ്യോഗിക സംഘപരിവാർ സംഘടനകൾ, ഈ ഫ്രിഞ്ച് എലമെൻ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പുകൾ, അവരെല്ലാം കൂടി നടത്തിക്കൊണ്ടിരിക്കുക. ഇതൊരു പാറ്റേണായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഡിസംബർ ആയപ്പോഴേക്ക് അസാധാരണമായ വളർച്ച അതിനകത്തുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഒരു പുതിയ കാര്യമാണ് നമ്മൾ വിചാരിക്കേണ്ട. എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ചോദിച്ചാൽ ആ നിലക്കുള്ള സന്ദേശമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ വാളയാറിൽ ബംഗ്ലാദേശി എന്ന് പറഞ്ഞിട്ട് ഒരു ഛത്തീസ്ഗഡ് എന്നുള്ള ചെറുപ്പക്കാരനെ അടിച്ചു കൊന്നില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. അത് അടിച്ചു കൊന്നു, അത് ഭയങ്കര മോശമായിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ അത് ഒരാൾക്കൂട്ടം അല്ലെങ്കിൽ സംഘപരിവാർ, ഈ പറയുന്ന ബംഗ്ലാദേശികളാണ് നാട് ചുറ്റും എന്ന് പറയുന്ന പ്രചാരണത്താൽ പ്രചോദിതരായ ആൾക്കൂട്ടം, അവർ നടത്തിയിട്ടുള്ളൊരു കൊലയാണത്. ഒന്ന് ആലോചിച്ച് നോക്കണോ? അത് ഒരാൾക്കൂട്ടമാണ്. ഇന്ത്യയിലെ ഭരണകൂടം ഗർഭിണിയായ ഒരു സ്ത്രീയെ അടക്കം പിടിച്ചു കൊണ്ടുപോയിട്ട് ബംഗ്ലാദേശ് എന്ന് ആരോപിച്ച് ബംഗ്ലാദേശിലേക്ക് നാട് കടത്തിയിട്ടുണ്ട്. തല്ലിക്കൊന്നിട്ടില്ല എന്നുള്ളൂ, നാട് കടത്തിയിട്ടുണ്ട്. അവസാനം കൽക്കട്ട ഹൈക്കോർട്ടാണ് അവരെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ഉത്തരവിറക്കുന്നത്. ഒരു ഭരണകൂടമാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഭരണകൂടവും ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളും ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന പാർട്ടിയും. ഇപ്പോൾ RSSൻ്റെ മുഖപത്രമാണ് ഓർഗനൈസറിൽ ഈ 2025 ജാനുവരിയിൽ വന്നിട്ടുള്ള ഒരു കവർ സ്റ്റോറി എന്താ അറിയോ? ഡിസാസ്റ്റർ സെലിബ്രേഷൻ ഓഫ് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ എന്നുള്ളതാണ്. ക്രിസ്മസും ന്യൂ ഇയറും ഡിസാസ്റ്റർ സെലിബ്രേഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്രിഞ്ച് എലമെൻ്റ് അല്ല, ഉത്തരവാദപ്പെട്ട അവരുടെ മുഖപത്രമാണ്. 2023 ഡിസംബറിൽ ഇതേ ഓർഗനൈസറിൻ്റെ മുഖലേഖനം എന്തായിരുന്നു വെച്ചാൽ, ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ നീദർ സോ മെറി നോർ സോ ഹാപ്പി എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്മസും ഈ ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ വലിയ ദുരന്തമാണ്, കാറ്റസ്ട്രോഫി ഉണ്ടാക്കുന്ന ആഘോഷങ്ങളാണ്. ആ തിയറി ഭയങ്കര രസമാണ്. കാരണം ക്രിസ്മസിന് വേണ്ടിയിട്ടും ന്യൂ ഇയറിന് വേണ്ടിയിട്ടും ആയിരക്കണക്കിന് കാർഡുകൾ ഇറക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കാർഡുകൾ ഇറക്കുന്നത് വലിയ തോതിൽ പരിസ്ഥിതിക്ക്, വനനശീകരണത്തിനും പരിസ്ഥിതിക്കും ഒക്കെ ദോഷം ചെയ്യുന്നു. ഈ നിലക്കൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ ക്രിസ്മസ് ആഘോഷത്തെ ഡിമനൈസ് ചെയ്യുന്ന മുഖലേഖനം ഇംഗ്ലീഷിൽ RSSൻ്റെ മുഖപത്രത്തിൽ 2 തവണ അടിച്ചു വന്നു. അപ്പോൾ ഹിന്ദിയിൽ എന്തൊക്കെയായിരിക്കും അടിച്ചു പോയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. ഇത് ഇംഗ്ലീഷിൽ കവർ സ്റ്റോറിയായിട്ട് അടിച്ചു വന്നതാണ്. പക്ഷേ ഇത് കേരളത്തിൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കേരളത്തിൽ
നമ്മളിങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഛത്തീസ്ഗഡിൻ്റെ കാര്യത്തിലൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ക്രിസ്ത്യാനികളൊരു സൗഹൃദത്തിലാണെന്നും ഇങ്ങനെ ഈ പ്രത്യേകിച്ച് ഈ RC വന്നതിന് ശേഷം, രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ആ ഒരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് ഫലവത്താകുമോ എന്ന് ചോദിച്ചാൽ നൗഫലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഛത്തീസ്ഗഡ് എപ്പിസോഡിൻ്റെ സമയത്ത് BJPയുടെ പ്രതിനിധികൾ ഛത്തീസ്ഗഡിലേക്ക് പോകുന്നു. ഈ കന്യാസ്ത്രീകൾ രക്ഷപ്പെടുത്താനോ ജാമ്യം കിട്ടാനോ ആശ്വസിപ്പിക്കാനൊക്കെ പരിശ്രമത്തിൽ ഏർപ്പെടുന്നു. അതിനെതിരെ ഏറ്റവും കൂടുതൽ എതിർപ്പുണ്ടായ എവിടെയാണെന്നറിയോ? ഈ സംഘപരിവാരത്തിനകത്ത് തന്നെയാണ്. സംഘപരിവാരത്തിനകത്ത് തന്നെയാണ് ഇതിനോട് എതിർപ്പുണ്ടായത്. എന്ന് മാത്രമല്ല, നിലമ്പൂരിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയതിൻ്റെ പേരിൽ സംഘടനക്കകത്ത് വലിയ വിമർശനം ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് വെറുതെ നാടകം കളിച്ചിട്ട് കാര്യമില്ല കേട്ടോ. നമ്മൾ ഈ പറയുന്ന ഹിന്ദു ആണ് നമ്മുടെ വോട്ട് ഏരിയ, അവിടെ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തെന്ന് പറയുന്ന ആശയം പങ്കുവെക്കുന്ന ആളുകൾ ഈ BJPക്ക് അകത്ത് തന്നെയുണ്ട്. ഈ നാടകമാണ് കളിക്കുന്നത് അറിയാം, പക്ഷേ നാടകം പോലും കളിക്കേണ്ടതില്ല എന്നുള്ളതാണ്. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒരു ഓൺലൈൻ ഒരു യൂട്യൂബിന് ഇന്നലെ നൽകിയ ഒരു അഭിമുഖത്തിൽ അയാൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോൺഗ്രസും CPM തമ്മിൽ ഒരു വ്യത്യാസമില്ല. കാരണം രണ്ടും മതപരമായിട്ട് ഒന്നാണ്. CPMനെ നയിക്കുന്നത് മരിയ അലക്സാണ്ടർ ബേബിയാണ്, കോൺഗ്രസിനെ നയിക്കുന്നത് സോണിയാഗാന്ധിയാണ്. രണ്ടും ലാറ്റിൻ ക്രിസ്ത്യൻസാണ്, അത് മതപരമായിട്ട് ഒന്നാണ്. ഇങ്ങനെ കാണുന്ന മനുഷ്യരാണ്. ചില്ലറക്കാരനല്ല കേട്ടോ. ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്ന BJPയുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് വൈസ് പ്രസിഡൻ്റ് ആയിട്ടുള്ള ആളാണ് പറയുന്നത്. മരിയ അലക്സാണ്ടർ ബേബിയും സോണിയാഗാന്ധിയും നയിക്കുന്ന രണ്ട് സംഘടന മതപരമായിട്ട് ഒന്നാണ്. പിന്നെ ഇതിനകത്ത് LDF മന്ത്രിസഭയിലെ ഏറ്റവും കൂടുതൽ നായന്മാർ 10 നായരെ മന്ത്രിമാരാക്കിയ മന്ത്രിസഭയാണ്. പക്ഷേ അവരൊന്നും ഹിന്ദുക്കളല്ല. എത്രത്തോളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ KB ഗണേഷ് കുമാർ ഒരു പെന്തക്കോസ്തുകാരനാണ് എന്ന് ഞാൻ സംശയിക്കുന്നു എന്നിയാൾ പറയുന്നുണ്ട്. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. ഇങ്ങനെ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? ഇയാൾ തന്നെ പറയുന്ന വേറൊരു കാര്യമുണ്ട്. തൃശ്ശൂരിൽ ക്രിസ്ത്യാനികളുടെ വോട്ട് കൊണ്ടൊന്നുമല്ല നമ്മൾ സുരേഷ് ഗോപി ജയിച്ചത്, അത് അനീഷ് 65,000 വോട്ട് ചേർത്തുകൊണ്ടാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ടാകുക BJP ആയിരിക്കും. നോക്കടാ, അതെല്ലാം പൊളിഞ്ഞില്ലേ, ഒരു കാര്യം കിട്ടിയില്ലല്ലോ, ഇവന്മാരെ നമ്പണ്ട കേട്ടോ എന്ന സന്ദേശം പാർട്ടിക്കകത്ത് തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആക്ച്വലി കേരളത്തിലെ BJP നേതൃത്വം നടത്തുന്ന ഒരു നാടകമാണ്. കേരളത്തിൻ്റെ സവിശേഷ സാഹചര്യം നടത്തുന്ന ഒരു നാടകമാണ്. പക്ഷെ ആ നാടകം പോലും കളിക്കുന്നതിനെതിരെ ഈ BJPക്കകത്ത് സംഘപരിവാറിനകത്ത് ശക്തമായ വിമർശനമുണ്ട്. പക്ഷെ ഈ നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നാടകമാണെന്ന് തിരിച്ചറിയാനോ അത് നാടകമാണെന്ന് പറയാനോ കേരളത്തിലെ സഭാ നേതൃത്വത്തിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. സാധിക്കാത്തതിന് കാരണം അവർക്കത് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നില്ല. അവരിൽ പലരും പല നിലക്കുള്ള നിയമ നടപടികളെ, കേസുകളെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള പല ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ് ഉണ്ട്, അവരുടെ ഭീഷണിക്കോ അവരുടെ വളച്ചുകെട്ടലിൽ പെട്ടുപോയ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അവരാണ് ഇതിന് ഈ പറയുന്ന അതിക്രമങ്ങളോട് മൗനം പാലിക്കുന്നത്. പക്ഷെ അവരങ്ങനെ മൗനം പാലിക്കുമ്പോൾ അവരുടെ സ്വന്തം ജനതയോടാണ് അതിക്രമം ചെയ്യുന്നത്, ക്രൂരത ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അൽമായർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവർക്കെങ്കിലും ഇത് മനസ്സിലാവണം. പ്രത്യേകിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ ഉത്തരേന്ത്യയിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന, അത് പെന്തക്കോസെന്നോ കത്തോലിക്കരെന്നോ സഭാഭേദമില്ലാതെ, റീത്ത് ഭേദമില്ലാതെ, നോഫൽ നേരത്തെ പറഞ്ഞത് ക്രിസ്മസ് ആഘോഷിക്കുക എന്ന നിർദോഷമായ ഒരു കാര്യത്തെ പോലും സഹിഷ്ണുതയോടെ കാണാൻ, അതിനെ ടോളറേറ്റ് ചെയ്യാൻ, അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം. അത് എന്താണ് ഈ പറയുന്ന സംഘപരിവാർ എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയാൻ അവർക്ക് സാധിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ജിംസ്, ഈ ക്രിസ്ത്യാനികൾക്കിടയിലും BJPക്കിടയിലും പാലമായി നിൽക്കുന്ന ആളാണല്ലോ ഷോൺ ജോർജ് എന്ന് പറഞ്ഞത് ഈ കരോള് മര്യാദയ്ക്ക് നടത്തിയിട്ടില്ലെങ്കിൽ ഇതുപോലെ അടിയൊക്കെ കിട്ടും എന്നാണ്. ഇന്ന് BJPയുടെ പാലക്കാടുള്ള നേതാവ് കൃഷ്ണകുമാർ പറഞ്ഞത് കള്ള് കുടിച്ച് നടത്തിയാൽ, കരോള് നടത്തി കഴിഞ്ഞാൽ അടി കിട്ടും എന്നൊക്കെയാണ്. അതായത് ഇതിനെ ന്യായീകരിക്കാൻ പോലും ഇവർക്ക് പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നേരത്തെ ദാവൂദ് സാഹിബ് പറഞ്ഞതിന് തുടർച്ചയായിട്ട് പറയുകയാണെങ്കിൽ ഒരു പഴയ DGP ഉണ്ടല്ലോ, അദ്ദേഹം വിശദമായൊരു വീഡിയോ BJP സംസ്ഥാന പ്രസിഡന്റ് നൽകിയ ഒരു ഉപദേശമാണ് വീഡിയോയിൽ. അദ്ദേഹം പറയുന്നത് ഈ ഹിന്ദുക്കൾ അധികമുള്ള ജില്ലകളിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം, മറ്റുള്ളവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി വെറുതെ പോകേണ്ടതില്ല
എന്നൊക്കെ. അതായത് അത്തരമൊരു തീരുമാനത്തിലേക്ക് BJP-യെ എത്തിക്കുകയോ അല്ലെങ്കിൽ BJP അത് തുടരുകയോ ചെയ്യുന്നുണ്ട് എന്നല്ലേ ആ പറഞ്ഞതിൻ്റെ കരുത്ത്? ഡോക്ടർ TP സെൻകുമാറിൻ്റെ വീഡിയോ ഞാൻ ഫുള്ള് കണ്ടിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ കുറേ കൂടി യാഥാർത്ഥ്യബോധമുള്ള ഒരു വിലയിരുത്തലായിട്ടാണ് എനിക്ക് തോന്നിയുള്ളത്. കാരണം എന്ന് വെച്ചാൽ 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് കുറവാണ് BJP 2025. അപ്പോൾ 2020 കുറേ അധികം ആളുകൾ BJP വോട്ട് ചെയ്തു, അവർ വോട്ട് തിരിച്ചുപോയി. എങ്കിൽ ആ വോട്ട് ആരുടേതാണ് എന്നാണ് TP സെൻകുമാർ പരിശോധിക്കുന്നത്. TP സെൻകുമാറിൻ്റെ വിലയിരുത്തൽ ശരിയാണ്. കാരണം 2020 ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഈ വിദ്വേഷ പ്രചാരണത്തിൻ്റെ ഫലമായി കുറച്ച് ക്രൈസ്തവ സമൂഹത്തിലെ കുറച്ച് പേരെങ്കിലും BJP വോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ സംഖ്യയാണ് എന്ന് പറയുന്ന കുറച്ച് ക്രിസ്ത്യാനികളെങ്കിലും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. BJPക്ക് വേണ്ടി സംസാരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിലെ ആളുകളുണ്ട്. BJPക്ക് വേണ്ടി ആ താമര ചിഹ്നത്തിൽ മത്സരിക്കാൻ തയ്യാറാവുന്ന ആളുകളുണ്ട്. 2000-ഓളം NDA സ്ഥാനാർത്ഥികൾ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുണ്ടായിരുന്നു എന്നുള്ളതും ചെറിയ കാര്യമല്ല. അപ്പോൾ അങ്ങനെ ഒരു ആൾക്കാരുണ്ടെന്നുള്ളത് ശരിയാണ്. അത് എന്തിൻ്റെ ഫലമാണ്? ഈ കേരളത്തിലുണ്ടായിട്ടുള്ള ഈ ഹേറ്റ് സ്പ്രെഡിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ഒരു മനോനിലയാണത്. ആ മനോനിലയിൽ BJPക്ക് വോട്ട് കിട്ടിയ ആ വോട്ട് തിരിച്ചുപോയി, തിരിച്ച് UDF-ലേക്ക് പോയി എന്നുള്ളതാണ് TP സെൻകുമാർ പറയുന്ന ഒരു കാര്യം. അപ്പോൾ ആ വിലയിരുത്തൽ ശരിയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ മാനത്തോടെ പോകുന്നത് നമ്മൾ കയ്യെത്തി പിടിക്കേണ്ടതില്ല. കക്ഷത്തിലുള്ളത് നോക്കി അത് സേഫാക്കുക, അവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സെൻകുമാർ BJP നേതൃത്വത്തെ ഉപദേശിക്കുന്നത്. ഇത് സെൻകുമാറിന് മാത്രം ഉപദേശമല്ല, RSSലെ ഒരു വിഭാഗത്തിൻ്റെ ശക്തമായ വാദവും അവരുടെ ഇമോഷൻ കൂടിയാണിത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട RSSന് ഇതൊരു പ്രശ്നമാകാൻ കാരണം RSSൻ്റെ മൊത്തം പ്രൊപ്പഗൻഡ മെറ്റീരിയൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്കെതിരെയാണ് കൂടുതലെങ്കിൽ പോലും ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ വലിയ തോതിൽ അവർ പ്രൊപ്പഗൻഡ നടത്തുന്നുണ്ട്. ആ പ്രൊപ്പഗൻഡയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ റൈസ് ബാക്ക്, ഫോഴ്സ്ഡ് കൺവേർഷൻ തുടങ്ങിയ കാര്യങ്ങൾ. മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണോ ബീഫ് മരണകാരണമാവുന്നത്, അതുപോലെ തന്നെ മരണകാരണമാവുന്നതാണ് ഈ കൺവേർഷൻ എന്നുള്ള അങ്ങനെയൊന്നും നടക്കുന്നില്ല എങ്കിൽ പോലും അത് ആരോപിച്ചു കഴിഞ്ഞാൽ അയാളെ കൊല്ലുകയോ തല്ലുകയോ ജയിലിടുകയോ ചെയ്യാവുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ആഴ്ചയിലായിട്ട് പുറത്തു വന്നിട്ടുള്ള ഇവർക്കെതിരായിട്ടുള്ള അക്രമങ്ങളുടെ വീഡിയോ ഞാൻ കാണുമായിരുന്നു. ഒരു ക്രിസ്ത്യാനിയുടെ വീട് കത്തിക്കുകയാണ് ബജറംഗ് ദളുകാർ, തീ വെച്ച് കത്തിക്കുകയാണ്. ഒരു ചെക്കൻ എന്തോ വഴിയോരത്ത് നിന്ന് ഭിക്ഷ യാചിക്കുന്നതിന് പകരം ഈ പറയുന്ന ക്രിസ്മസ് തൊപ്പി വിൽക്കുന്ന ഒരാളെ വിളിച്ച് ഭീഷണിപ്പെടുത്തണം ബജറംഗ് ദളുകാർ. അതിൽ ഏറ്റവും രസകരമായൊരു കാര്യം ഞാൻ കണ്ടത് കൽക്കത്തയിലാണ്. കൽക്കത്തയിൽ ദാവൂദ് സാഹിബ് നേരത്തെ പറഞ്ഞ ആളുണ്ടല്ലോ, ഈ ഡയസിനകത്ത് കയറി ഇരുന്നിട്ട് അവിടുത്തെ പാസ്റ്ററെ ഭീഷണിപ്പെടുത്തുന്ന ഒരാൾ. അയാൾ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഭയങ്കര രസമാണ്. അന്ന് യേശു എങ്ങനെയാണ് ഉണ്ടായത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇയാൾ മൗനം പാലിച്ച് നിൽക്കുകയാണ്. അപ്പോൾ താഴെ നിന്നൊരു സ്ത്രീ വാദിക്കുകയാണ് അത് പരിശുദ്ധാത്മാവിനാൽ ഉണ്ടായതാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് സയൻസാണോ, സയൻസിൽ അങ്ങനെ നിങ്ങളെങ്ങനെ ഉണ്ടായത്, ബയോളജിക്കലി സാധ്യമാണ്, ബയോളജിക്കലി സാധ്യമാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സയൻസ് പറയുന്ന സംഖ്യയോ? അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി. അപ്പോൾ ഞാൻ ഇയാൾ ആരാണെന്ന് അന്വേഷിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഇയാൾ ഇന്ത്യക്കാരൻ പോലുമല്ല, ഹീസ് എ ബംഗ്ലാദേശി. ശരിക്കും അയാളുടെ പേര് സുന്നിയുർ റഹ്മാൻ എന്നാണ്. അയാളുടെ പേര്. ഇയാൾ ബംഗ്ലാദേശിലെ ഒരു എക്സ് മുസ്ലിം, എമു എന്നൊക്കെ പറയുന്ന ഒരു ആളായിരുന്നു. എക്സ് മുസ്ലിം എന്ന് പറയാവുന്ന, എത്തിസ്റ്റ് എന്നൊക്കെ പറയാവുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ജനിച്ചത് സൗദി അറേബ്യയിലാണ്. 20 വയസ്സ് വരെ സൗദി അറേബ്യയിൽ വളർന്ന ആളാണ്. എന്നിട്ട് ബംഗ്ലാദേശിൽ വന്നിട്ട് എത്തിസ്റ്റ് പ്രചാരണം തുടങ്ങിയപ്പോൾ അവിടുത്തെ ഫണ്ടമെൻ്റലിസ്റ്റുകൾ അയാൾ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ അയാൾ തിരികെ ബഹ്റൈനിൽ പോയിട്ട് അയാൾ തിരികെ ഇന്ത്യയിലാണ്, കൽക്കത്തയിലാണ് വന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇയാൾ ഒരുപാട് ഈ പറയുന്ന സംഘപരിവാർ മാധ്യമങ്ങൾ അയാളെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അതായത് ബംഗ്ലാദേശിൽ നിന്ന് കടുത്ത പീഡനങ്ങൾ അനുഭവിച്ച് പലായനം ചെയ്യേണ്ടി വന്ന ഒരാൾ, സുന്നിയുർ റഹ്മാൻ, എത്തിസ്റ്റ്, അയാളുടെ അനുഭവങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് അയാൾ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. 2018 ഇയാൾ പേര് മാറ്റി സനാതിഷ്ട് ആര്യ എന്നെന്തോ പേര് സ്വീകരിച്ച് ഇയാൾ ഒരു ഔദ്യോഗിക സംഖ്യയായി മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇയാളുടെ ഒരു എത്തിസ്റ്റ് പശ്ചാത്തലത്തിൽ നിന്നാണ് ഇയാൾ ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, യേശു എങ്ങനെ ഉണ്ടായി എന്നൊക്കെ ചോദിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, ആ മനുഷ്യൻ്റെ മുഖത്തെ ക്രൗര്യം. ഈ പാസ്റ്ററോട് സംസാരിക്കുമ്പോൾ ഒരു സാധാ എന്താണ് പറയുക, ഒരു ബജരംഗിയേക്കാൾ ക്രൗര്യം അയാളുടെ മുഖത്തുണ്ട്. അപ്പോൾ ഭയങ്കര ഷോയാണ്, ഭയങ്കര ക്രോധത്തോടെയാണ് ഇവരോട് സംസാരിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മൾ ആലോചിക്കുക ഏതൊക്കെ ടൈപ്പ് സാധനങ്ങളാണ് പുറത്തു വരുന്നത് ആലോചിക്കുക. ഞാൻ പറഞ്ഞു വരുന്ന പോയിൻ്റ് ഇതല്ല. അപ്പോൾ ഈ കേരളത്തിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ കേരളത്തിലെ മൈനോറിറ്റി കമ്മ്യൂണിറ്റി 20% ക്രിസ്ത്യാനികളുണ്ട് എന്നൊരു കണക്കിൽ അധികാരം പിടിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു മൈനോറിറ്റി കൂടെ നിൽക്കണം എന്നൊരു ടാക്ടിക്സിൻ്റെ ഭാഗമായി മാത്രം RSSും BJP നടത്തിയൊരു ഓപ്പറേഷനാണ് കഴിഞ്ഞ 4-5 വർഷമായിട്ട് നമ്മൾ കണ്ടത്. അപ്പോൾ അത് നടക്കില്ല, അത് വിജയകരമല്ല എന്നാണ് സെൻകുമാറിനെ പോലെ ജനസംഖ്യാശാസ്ത്രമൊക്കെ അറിയാവുന്ന ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ ആളാണ്. അപ്പോൾ അത് ഒരു യാഥാർത്ഥ്യമാണെന്ന് BJP അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം അതല്ല. RSSനെയും BJPയെയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ദാവൂദ് സാഹിബ് പറഞ്ഞു PEDയുടെ കേസ്, മറ്റ് കേന്ദ്ര ഏജൻസികളുടെ കുറിച്ചുള്ള ഭയം, അമിത്ഷായെക്കുറിച്ചുള്ള ഭയം. ഇപ്പോൾ CBCIയുടെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പോലും അമിത്ഷാജി ദയവ് ചെയ്ത് നടപടി സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. മോദി എന്നൊരു വാക്ക് പരാമർശിക്കുന്നില്ല, അമിത്ഷാജി ഒന്ന്
ഇടപെടണം, ഇതിൽ നടപടി ഉണ്ടാകണം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവരിൽ ബഹുഭൂരിഭാഗം പേരും RSSനെ നന്നായി മനസ്സിലാക്കുന്നവരാണെന്നാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അവർക്ക് വിസിബിലിറ്റി കൂടുതലാണെന്നുള്ളതാണ് പ്രശ്നം. അവരെയാണ് നമ്മൾ കാണുന്നത് PC ജോർജിനെയും ഷോൺ ജോർജിനെയും കാസക്കാരെയൊക്കെ നമ്മൾ കാണുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇവർ ഭൂരിഭാഗം പേരും ഇങ്ങനെയാണ് എന്ന് നമുക്ക് തോന്നുന്നത്. പക്ഷേ ബഹുഭൂരിഭാഗം പേരും പൊളിറ്റിക്കലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സെക്യുലർ ആയിട്ടുള്ള ആളുകൾ തന്നെയാണ്. അവർക്കറിയാം എന്താണ് ഈ പ്രശ്നം, RSS എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കളക്റ്റീവ് നേതൃത്വം എന്ന രീതിയിൽ ഇപ്പോൾ സഭാ നേതൃത്വമാവട്ടെ, കത്തോലിക്ക സഭയാവട്ടെ, ഇപ്പോൾ ഈ പറയുന്ന CBCI ആവട്ടെ, ഇവർ എത്രമാത്രം RSSനെയും മോദിയെയും അമിത്ഷായും ഈ ഭരണകൂടത്തെയും മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 2014 ശേഷം മുസ്ലിം കമ്മ്യൂണിറ്റിയിലുണ്ടായ ഒരു മാറ്റം, വളരെ പ്രധാനപ്പെട്ട മാറ്റം, മുസ്ലിം കമ്മ്യൂണിറ്റി ആസ് ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ അവരെന്ത് ചെയ്യുന്നു, ഈ ഭരണകൂടത്തെ RSSനെ BJPയെ കൃത്യമായി പൊളിറ്റിക്കലി മനസ്സിലാക്കുന്നു, അതനുസരിച്ചുള്ള സ്റ്റാൻഡ് എടുക്കുന്നു. തങ്ങൾക്കിടയിലുള്ള തർക്കങ്ങളിൽ ആ തർക്കങ്ങൾ മൂലം ഈ പറയുന്ന സംഘപരിവാറിന് ഏതെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ് കിട്ടാതിരിക്കാൻ അവർ ജാഗരൂകരാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസം അവർ കാലങ്ങളായി ആർജിച്ചെടുത്തിട്ടുണ്ട്. അതവരുടെ ആഭ്യന്തരമായ കാര്യങ്ങളെ കൂടി സ്വാധീനിച്ചിട്ടുണ്ട്, അവരുടെ കെട്ടുറപ്പിനെ ബാധിച്ചിട്ടുണ്ട്. ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ഈ കടുവയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ എന്നൊരു ബോധം അവർക്കുണ്ട്. പക്ഷേ കേരളത്തിലെ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു പ്രശ്നം, ഇപ്പോൾ ഒഡീഷയിലാവട്ടെ, കൊൽക്കത്തയിലാവട്ടെ, ഛത്തീസ്ഗഡിലാവട്ടെ, ഇപ്പോൾ ഇന്ന് മധ്യപ്രദേശിലാവട്ടെ, അത്തരം സീൻ അത് നമ്മുടെ ആളുകളല്ല, അത് മറ്റവന്മാരാണ്. ഒരു സിറിയൻ കത്തോലിക്കും വിചാരിക്കുക അത് ലത്തീൻ കത്തോലിക്കരാണ്, അവർ രണ്ടെണ്ണം കൊണ്ടോട്ടെ എന്നാണ് അവർ വിചാരിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ UPയിൽ ഒരാൾ പിടിച്ച് അകത്തിട്ട് ആൻറ്റി കൺവെൻഷൻ ലോ പ്രകാരം അകത്തിട്ട് അത് പൊന്തുക്കോസ്താരല്ലേ അകത്ത് കിടക്കട്ടെ എന്ന് വിചാരിക്കും. ഇത് നാളെ തങ്ങൾക്കെതിരെയും വരും എന്ന ഒരു ബോധം പലർക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സഭയിൽ ഒരു ബിഷപ്പിൻ്റെ ഓഡിയോ സംഭാഷണം കുറേ ആൾ വൈറലായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, മോനെ ഇത് ഇന്ത്യ ഹിന്ദുരാജ്യമാവാൻ പോവുകയാണ്. ഹിന്ദുരാജ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ അംഗീകരിക്കപ്പെടുന്ന ഒരേ ഒരു ക്രൈസ്തവ സഭ നമ്മുടേതാണ്. വേറെ ആരും അംഗീകരിക്കില്ല, RSS അംഗീകരിക്കില്ല. RSS അംഗീകരിക്കാൻ പോകുന്ന ഭാരതീയമായ സഭ നമ്മളുടേതാണ്, അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട എന്ന് പറയുന്നൊരു ഓഡിയോ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. ആ സഭക്കാർക്കും പ്രശ്നമാണ്, ആ സഭക്കാരും ആക്രമിക്കപ്പെടും. ഒരാളും, അതായത് ഭാരതീയം എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനിറ്റി ഏതെങ്കിലും തരത്തിൽ RSS അംഗീകരിക്കും എന്ന് ഈ ഓർഗനൈസർ ലേഖനം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അത് കുരിശ് കണ്ടാൽ എന്താണ് വിഭ്രാന്തി കാണിക്കുന്ന ഒരു സാധനം തന്നെയാണിത്. അത് ഒരിക്കലും ഏതെങ്കിലും സഭ ഭാരതീയമാണ് എന്ന് പറഞ്ഞാൽ അവരെ മാത്രം അംഗീകരിക്കുമെന്നോ അങ്ങനെ ഛിദ്രതയുണ്ടാക്കി അവരെ കൺഫ്യൂസ്ഡ് ആക്കാമെന്നുള്ളതാണ് RSS തന്ത്രം. അല്ലാതെ ആരെങ്കിലും RSSൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിലെ ഏതെങ്കിലും വിഭാഗക്കാർ കരുതുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരമാണ്. യഥാർത്ഥത്തിൽ സംഘപരിവാർ എന്താണ്, RSS എന്താണ്, അതിലെ സംഘപരിവാർ സംഘടനകൾ ഏതൊക്കെയാണ്, ഈ ഫ്രിഞ്ച് എലമെൻറ്റ്സ് എന്നൊക്കെ പറയുന്നവരാരാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും അതനുസരിച്ച് ഒരു സ്ട്രാറ്റജി കളക്റ്റീവായി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി രൂപപ്പെടുത്തുകയും ചെയ്തില്ലെങ്കിൽ അവരുടെ ഭാവി ഇന്ത്യയിൽ അപകടത്തിലാണ്. യെസ്, എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുക, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം.